ഈജിപ്തിലെ പിരമിഡ് നമുക്ക് ഓർമ്മയില്ലേ? അതുപോലെ തന്നെ പെർഫ്യൂമിലുണ്ട് പിരമിഡ്. അതിനെ നമുക്ക് 3 ലെയർ ആക്കാം. ടോപ്പ്, മിഡില്, ബേസ്. ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെർഫ്യൂം അപ്ലൈ ചെയ്ത ഉടനെ നമുക്ക് കിട്ടുന്ന സ്മെല്ല്. പൊതുവെ അത് സിട്രസ്, ലെമൺ, ഓറഞ്ച്, മിന്റ് അതിൻ്റെയൊക്കെ സ്മെല്ലായിരിക്കും ഉണ്ടാവുക. ഇത് മാക്സിമം പെർഫ്യൂം നമ്മൾ അടിച്ച ഉടനെ ഏകദേശം 1 മിനിറ്റ് നേരത്തേക്കോ മാത്രമേ ഈ സ്മെല്ല് ഉണ്ടാവും. ടോപ്പ് നോട്ടിന്റെ സ്മെല്ലൊക്കെ പോയി കഴിഞ്ഞാലാണ് മിഡിൽ നോട്ടിന്റെ സ്മെല്ല് വരിക. മിഡിൽ നോട്ടിൽ കൂടുതലായിട്ടും വരുന്നത് ഈ സിനമോണ്, കടമം അതിൻ്റെയൊക്കെ സ്മെല്ലാണ് ഉണ്ടാവുക. അത് ഏകദേശം ഒരു 5-10 മിനിറ്റ് മുതൽ ഏകദേശം 3-4 മണിക്കൂർ വരെ അതിൻ്റെ സ്മെല്ല് നമ്മളെ കണ്ടിന്യൂ ആയിട്ട് ഉണ്ടാവും. ഈ മിഡിൽ നോട്ടിൻ്റെ സ്മെല്ല് കംപ്ലീറ്റ് ആയി പോയി കഴിഞ്ഞാലാണ് ബേസ് നോട്ടിൻ്റെ സ്മെല്ല് നമുക്ക് കിട്ടുക. കൂടുതലായിട്ടും വരിക വുഡിൻ നോട്ട്സ് ആയിരിക്കും, വനില ആയിരിക്കും, ആംബർ ആയിരിക്കും, മസ്ക് ആയിരിക്കും. അങ്ങനെയുള്ള സ്മെല്ലാണ് വരിക. ഇതാണ് ഈ പെർഫ്യൂമിൻ്റെ ഒരു ബാക്ക് ബോൺ, അല്ലെങ്കിൽ അതിനെ പിടിച്ചു നിർത്തുന്നത് ഈ ബേസ് നോട്ടാണ്. ബേസ് നോട്ട് ഏകദേശം നമുക്കൊരു 6 മണിക്കൂർ മുതൽ 24 അവേഴ്സ് വരെ, അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് ബേസ് നോട്ടിന്റെ സ്മെല്ലാണ് നമുക്ക് അനുഭവപ്പെടുന്നത്.